ഹായ്, ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ സ്ലാങ് തരണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തോ നിങ്ങൾക്ക് ഇഷ്ടാവില്ല എന്നൊക്കെ തോന്നുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ നൈസ് നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ മാത്രം ഒരു ഓക്കെ ആവുമായിരുന്നു. പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓമാരോ കാത്തിരിക്കുക. അപ്പോൾ ടിമ്മ് വന്നിട്ട് ചോദിക്കും, എന്തിനാ ഇങ്ങോട്ട് വിളിച്ചെന്നെ ചോദിക്കും. അപ്പോൾ നീ പറഞ്ഞില്ലേനോ യു നോർത്തിനെയും കൊണ്ടൊരു സ്വന്തം ഫാമിലിനെ കാണിക്കാൻ സത്തോണിലേക്ക് കൊണ്ടുപോയിക്കണെന്ന്. ഇതാണ് ആ വീഡിയോ പറയും. ലൈക്ക് ഞാൻ ഈ എസ്റ്റേറ്റ് ഏജൻറ്റിനോട് ചോദിച്ചിരുന്നു, ഈ എസ്റ്റേറ്റ് ഏജൻറ്റ് എല്ലാവർക്കും ഇങ്ങനെ തട്ടിപ്പാർക്ക് വരെ വീട് കൊടുക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഇയാളോട് ഞാൻ ചോദിച്ചു, ഈ അടുത്താരും എടുത്തിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഓൻ ഇവിടെ ഉണ്ട് ഇനിയെന്ന് എനിക്ക് തോന്നി. അതാണ് ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്ന് വെച്ച് പോയിണ്ടാവും. അപ്പം ടിമ്മാടെ മൊത്തം തപ്പി എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് നോക്കുക. അപ്പം ഉണ്ട് സ്റ്റാഫ് ഹോളി എന്ന് പറഞ്ഞ ഒട്ടിച്ചുള്ള സ്ഥലം ഉണ്ടാവും. അവിടെ ഒരു ട്രോഫി, ബാലൻസ് ചെയ്ത ട്രോഫി ഉണ്ടാവും. ആ ട്രോഫി ഒരു ഫോട്ടോ എടുത്തിച്ച് പോകും. പിന്നെ കാണിക്കുന്ന യുവിനെ കാണാൻ വന്ന ടിമ്മിനേക്കും. അപ്പോൾ യു ചോദിക്കും, എന്നോട് എന്താ പറയാനുള്ളത് ചോദിക്കും. അപ്പോൾ സത്താം വീട്ടിൽ വീട് റെൻ്റ് എടുക്കാൻ നിർത്തിക്കുക, അവിടെ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നവർ. അപ്പോൾ യു ഇങ്ങനെ എന്താ പറയുന്നത് അങ്ങനെ ലൈക്ക് അഭിനയിച്ച് നിൽക്കും. അപ്പോൾ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. എല്ലാം പെട്ട് തീർന്നെന്നുള്ളതിൽ യു ഇങ്ങനെ നോക്കും. അപ്പോൾ എന്നിട്ട് പറയും, പിന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അത് പറയും, ഇത്രയും കാര്യം ഞങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ വിചാരിക്കും നമ്മൾ രണ്ടാളും ഡിഫറെൻ്റ് അല്ല, ഒരുപോലെയാണ്. അപ്പോൾ ടിമ്മ് പറയും, ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരേപോലെയുള്ള നമുക്ക് സംസാരിച്ചാലോ ചോദിക്കും. അപ്പോൾ എന്നിട്ട് ചോദിക്കും ടിമ്മ്, എന്ത് തേങ്ങ ഈ ചെയ്യണ പറയും. അപ്പോൾ ഒരു ഇതുമില്ലാതെ എനിക്ക് എന്താണോ ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത്. അപ്പോൾ പറയും, കുറച്ച് റെസ്പെക്റ്റൊക്കെ ആവാൻ ഞാൻ എൻ്റെ ഇൻലോ ആണല്ലോ, നമ്മൾ എൻ്റെ യുവിൻ്റെ ചെക്കൻ്റെ ചേട്ടൻ്റെ ചെക്കനാണല്ലോ, ഓക്കെ കുറച്ച് റെസ്പെക്റ്റൊക്കെ വേണം. അപ്പോൾ ഓക്കെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ടിമ്മ അറിയൂ, ഈ എൻ്റെ പുറത്ത് നിന്നിട്ട് എൻ്റെ കാര്യങ്ങൾ ലൈക്ക് എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നോക്കുക, എൻ്റെ കാര്യം ഞാൻ നോക്കാം. അങ്ങനെയാണ് നമുക്ക് ഒരേ സ്ഥലത്ത് എത്താൻ പറയും. അപ്പോൾ യു പറയും, എനിക്ക് വിശ്വാസമല്ല. അപ്പോൾ മറ്റവനും പറയും, എനിക്കും ഇല്ല എന്ന് പറയും. പിന്നെ പഴയ നാനെയാണ് കാണിക്കും. നാന ഗിഫ്റ്റ് എന്തോ റെഡിയാക്കി വയ്ക്കും. അപ്പോൾ സമയത്ത് ടിമ്മ് വന്നിട്ട് ചോദിക്കും, എന്താക്കി നോക്കിയപ്പോൾ പറയും, ഇത് നോർത്തിൽ കൊടുക്കാനുള്ള വെഡ്ഡിങ് ഗിഫ്റ്റാന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടാവും അതിൽ ക്യാമറ ഫിറ്റ് ചെയ്ത്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു എനിക്ക് ഉറപ്പായി നോർത്തിനെ പറ്റിക്കാൻ ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല, അതിനെനിക്ക് എവിഡൻസ് വേണം. അപ്പോൾ നോക്കുമ്പോൾ ഈ ഗിഫ്റ്റിൽ ക്യാമറ അയച്ചു കൊടുക്കുക. ഞാൻ അറിയാണ്ട് പറയത്തില്ല, എയർ ടാഗ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നും എല്ലാവരും അപ്പോൾ പായി നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പോയാൽ അങ്ങനെ ടിമ്മ് പറയും, ഭായ് ഇത്രക്കൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പറയോ, എനിക്ക് ഓനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓനെ വിടും, എനിക്ക് ഉറപ്പായാൽ മാത്രം എന്ന് പറയും. അതിനുശേഷം ഗെയിം കളിക്കാൻ നോർത്തിൻ്റെ അടുത്തേക്ക് എല്ലാം കഴിഞ്ഞ് നമുക്ക് പാർട്ണർഷിപ്പൊക്കെ ഇട്ട് സ്കാമിൽ പാർട്ണർഷിപ്പൊക്കെ വരികയാണല്ലോ. അപ്പോൾ നമ്മളെ അതിനാണ് ഡിക്കുമ്പോണ്ട് റെഡ് അലർട്ട് കൊടുക്കും. ആ സമയത്താണ് പുറത്തുനിന്ന് കോണുമ്പള്ളി അടിക്കുക. അപ്പോൾ ഒന്ന് പോയി നോക്കുമ്പോൾ ഉണ്ടാവും ഞാൻ അവിടെ നിന്ന് ഗിഫ്റ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് വിളിച്ചുകൊണ്ട്. ഞാനാ പറയും, യൂണിവേഴ്സിന് വേണ്ടിയിട്ട് പായി കൊടുത്തയച്ച ഗിഫ്റ്റാണ് പറയും. അപ്പോൾ ചോദിക്കും, എനിക്കോ ഈ തൊട്ടപ്പുറത്തെ ഹാളിൻ്റെ അപ്പുറത്തുള്ള ചങ്ങായിക്ക് നേരിട്ട് കൊണ്ടു തരാൻ കഴിഞ്ഞില്ലേ, എനിക്ക് കൊണ്ടു തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കും. ഞാൻ പറയാം, അല്ല പായി ഭയങ്കര ബിസിയാണ്, അതുകൊണ്ടാണ് അന്ന് റിയാക്ഷൻ വരച്ച് കൂടിപ്പോയില്ല, അതിന് പകരം ഒരു ഗിഫ്റ്റായിട്ട് തന്നാന്ന് പറയും. എന്നിട്ട് പോയി ഞാൻ നാട്ടിൽ വന്നിട്ട് അത് ഫിറ്റ് ചെയ്ത് തരണം നോക്കി. അപ്പോൾ വേണം, അപ്പോൾ നോർത്ത് വേഗം ഓടിപ്പാനിക്കോ വന്നിട്ട്, വേണം ഒന്നും കുഴപ്പമില്ല ഞാൻ ഫിറ്റ് ചെയ്തോളാം, സാലല്ല പോട്ടെ, ഈ വേറെ എന്തുകൊണ്ട് വന്ന് പറഞ്ഞിട്ട് ഇത് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഗിഫ്റ്റും കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടാക്കും. ഞാൻ വിചാരിച്ച സംഭവം നടന്നില്ല. എന്നിട്ട് ചങ്ങായി മനസ്സിലാക്കിയെടുത്ത് ടിമ്മ് പറഞ്ഞു, എന്താ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ ക്യാമറ ഉണ്ടോന്നും എയർ ടാഗ് ഉണ്ടെന്നും. അങ്ങനെ ഇവർ ബാഗ് തുറന്ന് നോക്കുമ്പോൾ ബാഗും ഒരു ഇതും, അപ്പോൾ മാച്ചിങ് ബാഗാണെന്നൊക്കെ പറഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഓന് മനസ്സിലായില്ല അതിൻ്റെ ഉള്ളിൽ എയർ ടാഗ് ഉണ്ട്. അതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കിട്ടണില്ല പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ കുടുങ്ങി വയ്ക്കുമ്പോൾ പറഞ്ഞിട്ട് നോർത്തിനോട് തുറക്കാൻ പറയും. അത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ എയർ ടാഗ്. എന്നിട്ട് അപ്പോൾ പൊട്ടൻ എന്താ വിചാരിക്കുന്നത് അറിയോ, എന്ത് സ്നേഹ പായ്ക്ക് നമ്മളെ ബാഗ് മറന്നു പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എയർ ടാഗ് വെച്ചപ്പോൾ യുവിൻ്റെ മൈൻഡ് ഏത് ഭാഷ ഞാൻ പറഞ്ഞു തരണം പൊട്ടാത് അന്ന് നോക്കാൻ വേണ്ടി വെച്ചാൽ അങ്ങനെ ആയിരുന്നു. പിന്നെ അടുത്ത ട്രിക്ക്, ഇങ്ങനെ ഫ്ലവർ താഴെ വെക്കുന്ന പോലെ വെക്കും. എന്നിട്ട് പോയി ഇങ്ങനെ നോർത്തിനെ പറഞ്ഞാൽ താഴെ വീണു പോയപ്പോൾ നോർത്ത് എങ്ങനെ എടുക്കാൻ നോക്കുമ്പോൾ അതിൽ ക്യാമറ കാണാം. അങ്ങനെ പായെന്ന് പറഞ്ഞ് കത്തും. ആസ് യൂഷ്വൽ ചങ്ങായി ഓടിപ്പോയിട്ട് വാതിലെല്ലാം മുട്ടും. അങ്ങനെ ടിമ്മ ചെയ്ത് തുറക്കുക, പായുണ്ടോ ചോദിക്കും. പായ ഉള്ളിലുണ്ട്, എന്നാൽ വന്നിക്കോ പറയണ കയറി പായ് എന്താ ഈ ചെയ്യുന്നത്, എൻ്റെ ഭർത്താവിന് എനിക്ക് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് ഈ ചെയ്യുന്നത്, ഞാൻ മാരീഡാന്ന് പറയും. അപ്പോൾ പായ് പറയും, ആളാ നിൽക്കാറില്ല, എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നോർത്ത് പറയും, ഞാനും പ്രതികളല്ലേ എപ്പോഴും ഇങ്ങനെ സർവേലൻസ് ക്യാമറേൻ്റെ ഉള്ളിൽ നിൽക്കാൻ, അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ചോദിക്കും. എനിക്ക് ഒന്നും വേണ്ട, എൻ്റെ ലൈഫ് ഞാൻ ജീവിച്ചു, ഇന്നൊന്ന് വെറുതെ വിടുവരും. അപ്പം എൻ്റെ ലൈഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞങ്ങൾക്ക് എന്തോ സംഭവിച്ചാൽ എല്ലാവരും ഇന്നെ കുറ്റപ്പെടുത്തുള്ളൂ പറയും. അപ്പോൾ ഈ ഇന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ അന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നെ നോക്കുന്ന പോലെ അഭിനയിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതിനോട് ചോദിക്കും, അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു ഫീലും തോന്നുന്നില്ല. അപ്പം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വയ്ക്കും.
ഇന്നോട് ഒറ്റക്കൊന്നും വിട്, എൻ്റെ ലൈഫ് പെർഫെക്റ്റ് ആയി ഇല്ലെങ്കിൽ യു വരെ നോട്ട് കൂളാവ്, വേണ്ട വേണ്ട നൈസായിട്ട് വർത്താനം പറയും. അപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് യൂനെ പിടിച്ച് കൊണ്ടു. അങ്ങനെ പായാകെ ഇതുവായത് കറക്റ്റ് ഇതോ സ്വന്തം അത്രയും പായ ഭയങ്കര കെയർ ചെയ്യുന്നു സ്വന്തം കസിനെ. അപ്പോൾ അത്രയും കെയർ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ ആവില്ലേ, സങ്കടപ്പെട്ടാണ് ഇരുന്നു പോകുമ്പോൾ ടീം വന്നിട്ട് പായ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റക്കൂടും പറയും, ഞാൻ ഒറ്റക്കൂടില്ല അതിൻ്റെ കെട്ടിപ്പിടിക്കുക നല്ല രസമാണ്. പിന്നെ നോർത്തിനെ യൂണിക്കും കാണിക്കുന്നത് ഞാൻ പായനെക്കുറിച്ച് വർത്താനം തന്നെ പറ്റില്ല, ഇനി ഓനെക്കുറിച്ച് പറയാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം എനിക്ക് ഉറപ്പാണ് നോർത്ത് ഓൻ എന്നെക്കുറിച്ച് കെയർ ഉണ്ടായിട്ടൊക്കെ അത്രയ്ക്കും ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തവർ. അപ്പോൾ നോർത്ത് വയ്ക്കും ഇതൊക്കെ കുറിച്ച് കൂടുതലാണ് തോന്നില്ലേ യു ചോദിക്കുക. പായ്ക്ക് ഞാനൊരു പെറ്റിനെ പോലെയാണ്, ഞാൻ എന്താ ഒരു പെറ്റോ ശരിക്കും എന്നെ അങ്ങനെ പോലെ ഒന്ന് ട്രീറ്റ് ചെയ്യുന്നത്, ഒരു മൈക്രോ ചിപ്പ് ഇട്ട പോലെയാണ്. അപ്പോൾ പറയുമ്പോൾ നോർത്തിനെ കണ്ടെങ്കിൽ ചിരിക്കും യു. അപ്പോൾ ചോദിക്കും ഈ ഇതിൻ്റെ ചിരിക്കുന്ന കളിയാക്കുകയാണ് ചോദിക്കുന്നത്. എനിക്ക് ദേഷ്യം പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പായനെ ശരിക്കാണ് നല്ലോണം നോക്കിയത്, നല്ല രീതിയിലാണ് വളർത്തിയെന്ന് പറയും. അപ്പോൾ നോർത്ത് ഇത് ഫണ്ടല്ലോ ഇട്ട് പറയും, ഇല്ല ഞാൻ കളിയാക്കിയില്ല, ഇനി എന്തെങ്കിലും ചെയ്യാൻ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ടിം അവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് വർത്താനം പറയാണ്ട് പറയും. നോർത്ത് പറയും യുവിൻ്റെ മുമ്പ് പറയാൻ കഴിയുന്നതാണ് പറഞ്ഞാൽ മതിയല്ലോ, എനിക്കൊരു ഫേവർ ചെയ്യുമോ പ്ലീസ് എന്ന് പറയും ടിം. അപ്പോൾ ഈ പയ്യനോടൊന്ന് ക്ഷമിക്കുമോ? ഇല്ല ക്ഷമിക്കില്ല, ഞാനൊരു തെറ്റും ചെയ്തില്ല. അപ്പോൾ ടിം പറയും നോർത്ത് അതല്ല, എനിക്ക് പോയതിന് ശേഷം എനിക്ക് ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ ഇങ്ങനെ പയ്യനെ കണ്ടിട്ടില്ല, എനിക്ക് എന്തോ പോലെ ഫുഡും കൂടിയും കഴിക്കുന്നില്ല, തീരെ സമ്മതിക്കുന്നേ അല്ല. പായ നല്ലോണം കെയർ ചെയ്യണം, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഓൺ ചെയ്ത്. എനിക്കറിയില്ല ഞാൻ എന്താ പറയേണ്ടതെന്ന്, പ്ലീസ് ഒന്ന് വർത്താനം പറയുവാനോട് പറയും. അപ്പോൾ നോർത്ത് ചോദിക്കും ശരിക്കും പായ അങ്ങനെയാണോ എന്നിട്ട് പായെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടും. പായിനോടടുത്ത് വന്നിരുന്നിട്ട് പായ് ഞാൻ പറഞ്ഞ സങ്കടത്തിലാണോ എന്ന് പറഞ്ഞിട്ട് കരയാനായിട്ടും പായ് 2 വയസ്സിലെ മക്കൾ പോലെ കേൾക്കുമ്പോൾ സോറി ഞാൻ അങ്ങനെ വിചാരിച്ച് വർത്താനം പറഞ്ഞാലേ. അപ്പോൾ ചോദിക്കും പായ് എന്നോട് ഈ ദേഷ്യം പിടിച്ച് നിൽക്കുക പറഞ്ഞു, എന്നോടേക്ക് ദേഷ്യം പിടിച്ച് നിൽക്കാൻ കഴിയുമ്പോൾ രണ്ടും കൂടെ ആക്കിയത് മക്കളെ പോലെ കരയുന്നത്. അയ്യോ ഇത് കണ്ടിങ്ങനെ നോക്കി നിൽക്കും രണ്ടെണ്ണം ചെക്കന്മാരാണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവരാണെങ്കിൽ ഇതേ സീന് ഏതോ ഒരു ഡ്രാമയിലേക്ക് ഏതൊക്കെ ഓർമ്മ ഉണ്ടെന്ന് പറയുമോ, ആ ഡ്രാമയിൽ 2 മാഫിയകൾ കുത്തിരുന്ന് ഗെയിം കളിക്കുക കണ്ടിട്ട് വെക്കുന്ന ചിരിച്ച് കളിച്ച് കപ്പിൾസ് നിൽക്കുക. അങ്ങനെ അതുപോലെ ഇതിൽ രണ്ടും കൂടെ കിടന്ന് കരിഞ്ഞ് കിട്ടുമ്പോൾ അത്ര ഉള്ളു ചേച്ചികൾ, അത്ര ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. അതിന് കരയുമ്പോൾ വരും ഞാൻ നോക്കി നിന്നിട്ട് യുവിനൊക്കെ ചിരി വരുന്നുണ്ട് കഴിയുന്നത് കണ്ടിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോകുന്നിടത്ത് യു ഗുഡ് നൈറ്റ് വരാൻ വരുമ്പോൾ ഇങ്ങനെ മുഖം തിരിച്ചാടും. പായ് യുവിനെ അങ്ങ് മനസ്സിലാക്കി എടുത്തിട്ടില്ലെങ്കിലും പായ്ക്ക് അത്രക്കും ഇഷ്ടമാണ് നോർത്തിനെന്ന് ഇതിലൂടെ അങ്ങോട്ട് മനസ്സിലാക്കാം. അങ്ങനെ നോർത്ത് ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ടീമിനോട് ചോദിക്കും നിങ്ങൾ ഈ എന്ത് പറഞ്ഞിട്ടാണ് നോർത്തിനെ സമാധാനിപ്പിച്ച്. നോർത്ത് അങ്ങനെ പെട്ടെന്നൊന്നും വന്ന് സോറി ഒന്നും പറയുന്ന ആളല്ല, ഭയങ്കര സ്റ്റബണാണ്. ഈ ഇങ്ങനെ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്താ ഈ ഭയങ്കര വിഷമത്തിലായി നിൽക്കുകയാണ് അതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര പാനിക്കായിട്ട് പറഞ്ഞു നോ ഒരിക്കലും വരില്ല. അപ്പം ശരിക്കും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു പറയും. പിന്നെ പറയും എനിക്കിങ്ങനെ കരയുമ്പോൾ അതായിട്ട് നിർത്തിട്ടോ. അപ്പോൾ എന്താ ചോദിക്കുക, എന്നെ കാണാൻ താറാവിൻ്റെ കുട്ടീനെ പോലെ ഉണ്ട്. ഒരു താറാവോ? ഞാൻ താറാവോ? ശരിക്കും സങ്കടപ്പെടുമ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ താറാവക്കളെ പോലെ ഉണ്ട്. തല്ലു ഒരു ഇതെന്തിനാന്ന് പറയുമ്പോൾ ഇന്നെ ഡെക്കെന്ന് വിളിച്ചേനെ പറയും. ശരിക്കും അങ്ങനെ എൻ്റെ തലയിലെതിരെ അങ്ങനെ ഓടിച്ചിട്ട് കളിക്കുന്നുണ്ടോ അവിടേതായിട്ടും ലോകത്ത് അവർ മാത്രം സോ സ്പെഷ്യൽ. ഇതൊക്കെ കാണുമ്പോൾ എല്ലാം രസമായിട്ട് തോന്നി. എൻ്റെ പേടിയാവുക എങ്ങനെയൊക്കെ എന്താവുന്നതെന്ന് ഓർത്തിട്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.